ഹലോ ക്യൂട്ടീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എപ്പോഴും നമ്മൾ തളിപ്പുറം ഏരിയയിലോട്ടാണ് പോണത്. അപ്പം നമ്മളിന്ന് വിചാരിച്ചു ഇന്നൊന്ന് റൂട്ട് മാറ്റി പിടിക്കാം, പയ്യന്നൂരേക്ക് പോകാം. അപ്പം നമ്മൾ ഇന്ന് പയ്യന്നൂരേക്കാണ് കേട്ടോ പോകുന്നത്. ഇന്ന് പ്രധാനമായിട്ട് ഒരുങ്ങിക്കെട്ടി പോകുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ഡ്രസ്സ് എടുക്കാൻ പോയപ്പോൾ നമുക്ക് എല്ലാ സാധനങ്ങളൊന്നും വാങ്ങിക്കാൻ പറ്റില്ല. അപ്പം അന്ന് വാങ്ങിക്കാത്ത കുറച്ച് സാധനങ്ങളൊക്കെ ഇന്ന് വാങ്ങിക്കണം എന്ന് വിചാരിച്ചു. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഇവരുടെ ഡയപ്പറും കാര്യങ്ങളൊക്കെ തീർന്നിരിക്കുക. അങ്ങനെയുള്ള സാധനങ്ങളും കുറച്ച് വാങ്ങിക്കാനുണ്ട്. പിറന്നാളൊക്കെ ആകുമ്പോൾ ഡ്രസ്സ് മാത്രം പോരല്ലോ, അതിന് ചേർന്ന ഓർണമെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലല്ലേ നമുക്ക് അതിൻ്റേതായ ഒരു ലുക്ക് വരുള്ളൂ അല്ലേ. അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടായിട്ട് പോണേ. പിറന്നാളിനെ പറ്റിയിട്ടൊക്കെ ഒരുപാട് പ്ലാനിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് കേട്ടോ നിൽക്കണത്. പക്ഷേ ഇവരെയും കൊണ്ട് ഇവരെങ്ങനെ സഹകരിക്കും എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് ഇപ്പോഴും നിൽക്കുകയാണ്. ശ്രീനി, മാളു, രശ്മി ഇവരിൽ ആരെങ്കിലും ഒരാളെയും മറ്റെപ്പോഴും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവാറില്ല കേട്ടോ. പക്ഷേ ഇന്നിത് ഇവർ 3 പേരും ഉണ്ട് കേട്ടോ. നമ്മൾ ഒരുങ്ങി കെട്ടി ഇറങ്ങിയേക്കാണ്. സത്യം പറഞ്ഞാൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി കിട്ടാനുള്ള പരിപാടിയാണ് കേട്ടോ ഈ അല്ലറ ചില്ലറ സാധനങ്ങൾ വാങ്ങിക്കൽ. ആദ്യം നമ്മൾ പോയിട്ടുണ്ടായിരുന്ന ഷോപ്രിക്സിലായിരുന്നു കേട്ടോ പയ്യന്നൂർ. അവിടെ പോയി ഡയപ്പറും കാര്യങ്ങളൊക്കെ വാങ്ങി കുറച്ച് ചോക്ലേറ്റൊക്കെ വാങ്ങി കൈ പിടിച്ചതിന് ശേഷം അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു വലിയ ഫാൻസി ഉണ്ടായിരുന്നു. പിന്നീട് വന്നത് അവിടേക്കാണ് കേട്ടോ. ഫാൻസിയുടെ അകത്തേക്ക് കയറുമ്പോഴത്തേനും അവിടെ സാധനങ്ങൾ കൊണ്ടുവന്ന വലിയൊരു കാർട്ടും ഉണ്ടായിരുന്നു കേട്ടോ. വിവേറിന് അത് കണ്ട പാടി നമ്മൾ ഉണ്ടൂസിനെ അതിൻ്റെ അകത്ത് നോക്കി ഈച്ച് നിർത്തി. കുഞ്ഞൊക്കെ അത്യാവശ്യം മാച്ചായ സാധനങ്ങളൊക്കെ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ കാര്യത്തിൽ കുറച്ചൊരു ഇതായിരുന്നു. എനിക്ക് അങ്ങനെ ഞാൻ വിചാരിച്ച പോലെ സാധനങ്ങളൊന്നും കിട്ടിയില്ല. പക്ഷേ എന്നാലും ഞാൻ പറ്റുന്ന പോലെ മാച്ചായ സാധനങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം വേറൊരു സ്ഥലത്ത് കയറുക എന്നുള്ളത് ഇവരുടെ സ്വഭാവം പോലെ ഇരിക്കും. അഥവാ കയറാൻ പറ്റിയില്ലെങ്കിൽ എനിക്കൊന്നും കിട്ടാതായി പോകുന്നുണ്ട്. ഞാൻ പിന്നെ പരീക്ഷണത്തിനൊന്നും നിന്നില്ല, കിട്ടിയത് അങ്ങോട്ട് എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും ഒരാളുടെ സഹായം ഇല്ലാണ്ട് നമുക്ക് ഇവരെയും കൊണ്ട് പുറത്തു പോകുക എന്നുള്ളത് പറ്റാത്ത കാര്യമാണ് കേട്ടോ. പക്ഷേ ഇന്ന് വരെ എനിക്ക് ആ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടി വരാതിരുന്ന ഇവരൊക്കെ ഉള്ളതുകൊണ്ടാട്ടോ. അതുപോലെ തന്നെ ഇവരെ ജനിച്ച അന്ന് മുതൽ ഇന്ന് വരെയുള്ള ഓരോ കാര്യത്തിനും എൻ്റെ ഫാമിലിയിൽ നിന്നുണ്ടായിരുന്ന ഒരു സപ്പോർട്ട് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു കേട്ടോ. മാസന്തകയത്തെ പ്രസവിച്ച കുട്ടികളെ പ്രത്യേകിച്ച് ട്വിൻ ബേബീസിനെ നോക്കി ഈ ഒരു സ്റ്റേജ് വരെ എത്തിക്കുക എന്നുള്ളത് ചില്ലറ കാര്യമൊന്നുമല്ല കേട്ടോ. അനുഭവസ്ഥർക്ക് അറിയായിരിക്കും. പറഞ്ഞു വിഷയം മാറിപ്പോയി അല്ലേ. അപ്പം നമ്മൾ ഫാൻസിന്ന് ഇറങ്ങിയിട്ട് നേരെ വന്നിരിക്കുന്നത് ഫംഗ്ഷൻസിനൊക്കെ റെൻറ്റിന് സാധനം കൊടുക്കുന്ന ഒരു ഷോപ്പിലേക്കാണ് കേട്ടോ. ബിഗ് ബലൂൺ എന്നാണ് ഷോപ്പിൻ്റെ പേര്. ഇത് വരുന്നത് പയ്യന്നൂർ പെരുമ്പയിലാണ് കേട്ടോ. അപ്പം ബർത്ത്ഡേ ഫോട്ടോഷൂട്ടിന് ആവശ്യമായ കുറച്ച് സാധനങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ നമ്മളിവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കണ്ട ഒരു ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയ ഒരു ഗ്ലാസ് എടുത്തിട്ട് കുഞ്ഞൂസിന് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവർക്ക് അത് അടിപൊളിയായിട്ട് ചേരുന്നുണ്ടായിരുന്നു. അവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. അല്ലായിരുന്നെങ്കിൽ അത് വെക്കുമ്പോൾ തന്നെ തട്ടിക്കളഞ്ഞു. ഫോട്ടോഷൂട്ടിന് അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങളൊക്കെ നോക്കി ബുക്ക് ചെയ്ത് അവിടെ തന്നെ വെക്കുക കേട്ടോ ചെയ്തത്. കാരണം നാളെ ഇതുവഴി തന്നെയാണ് നമുക്ക് ഫോട്ടോഷൂട്ടിന് പോകേണ്ടത്. അപ്പോൾ അവിടെ നിന്ന് എടുക്കുന്നതാണ് നല്ലതെന്ന് കരുതി അവിടെ നിന്ന് അത്യാവശ്യം സാധനങ്ങളൊക്കെ നോക്കി വെച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഒത്തിരി നാളിന് ശേഷം കേട്ടോ ഞാൻ ഇവരുടെയൊക്കെ കൂടി ഇങ്ങനെ ഫ്രീ ആയി നടക്കുന്നത്. ഞാൻ നല്ലപോലെ എൻജോയ് ചെയ്യുകയും ചെയ്തു കേട്ടോ. പിന്നീട് നമ്മൾ നേരത്തെ കിട്ടാത്ത സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് ഒരു ഫാൻസിയിലും കൂടി കയറി അവിടെ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പിന്നീട് നമ്മൾ നേരെ പോയത് KFCയിലോട്ടാണ് കേട്ടോ. മാളും പേരിനും കൂടി ഓർഡർ ചെയ്യാൻ പോയ സമയത്ത് അവിടെ ചുമ്മാ ഒന്ന് കറങ്ങണ്ടല്ലോ കരുതി നമ്മൾ 3 കൂടി കുഞ്ഞളെ എടുത്തിട്ട് മുകളിലേക്ക് പോയി. സീറ്റ് ഒരുപാട് ഒഴിവുണ്ടായതുകൊണ്ടാണോ എന്നറിയില്ല, അവർ ഓർഡർ ചെയ്ത് വന്നപ്പോഴത്തേനും നമ്മൾ സീറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവിടെ ഇരിക്കുക ഇവിടെ ഇരിക്കാന്ന് പറഞ്ഞ് 3 ആൾക്ക് 3 അഭിപ്രായമായി. അവസാനം ബിബിയാട്ടിന് ഒരു സ്ഥലം ഫിക്സ് ചെയ്ത് അവിടെ പോയി ഇരുന്നു കേട്ടോ. KFC അല്ലേ, നല്ല ലാവിഷായിട്ട് കഴിക്കണം എന്നുള്ളതുകൊണ്ട് തന്നെ കുഞ്ഞളെ നമ്മൾ നേരത്തെ കിടത്തി ഉറക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ KFCനെ അങ്ങോട്ട് ടേബിളിൽ വെച്ചിട്ട് നമ്മളെല്ലാവരും ചുറ്റും ഇരുന്ന് അങ്ങോട്ട് അടിച്ച് മാറാൻ തുടങ്ങി കേട്ടോ. ആ ഒരു ബക്കറ്റ് KFC ചേർക്കാൻ നമുക്ക് അധികം നേരമൊന്നും വേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ വരക്കെ ഫുള്ളാക്കി മെല്ലെ ഇറങ്ങി വന്നപ്പോഴത്തേനാണ് ബിബിട്ടൻ ചോദിച്ചാൽ അടുത്തത് ഇനി എങ്ങോട്ടെന്ന്. അപ്പോഴത്തേനും ആർക്കും വയ്യാൻ അടുത്തു നേരെ വീട്ടിലേക്ക് വെച്ചുവിടെ, ഇനി എങ്ങോട്ടും പോകണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേനും ബിബിയേട്ടൻ പിന്നെ ഒന്നും ചിന്തിച്ചില്ല. അന്നത്തെ പരിപാടിയൊക്കെ മതിയാക്കി നമ്മളങ്ങോട്ട് വെച്ച് വിട്ടു കേട്ടോ വീട്ടിലേക്ക്. അപ്പം നമ്മുടെ ലൈഫിൽ ഈ ഒരു ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കണ്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.